വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ഒന്നും തന്നെ നടന്നിട്ടുമില്ല. ആദ്യ രാത്രി നമ്മുടെ നായിക തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോഴും അയാൾ പേടിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇയാൾ എന്താ ഇങ്ങനെയെന്നൊക്കെയാണ് നായിക ചിന്തിക്കുന്നതും. ഇനി ഇതുപോലെ ജീവിച്ചാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച് നായിക തന്നെ ജോലി കണ്ടുപിടിക്കുവാനേയും പോകുന്നു. ട്രെയിൻ കയറി അടുത്ത നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിലെ ക്ലീനിങ് സ്റ്റാഫായിട്ടും നായിക കയറും. പക്ഷെ അവൾക്ക് പകൽ സമയത്ത് ജോലിയില്ല. പകൽ സമയത്ത് ഓഫീസൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ രാത്രി സമയത്തിൽ വന്നാണ് തൂത്ത് വൃത്തിയാക്കി കേട്ടിട്ട് അവൾ പോകുന്നത്. അങ്ങനെ അവളുടെ ദിവസങ്ങൾ മുന്നോട്ട് പോകെ അടുത്ത വീട്ടിലൊരു ആന്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുവാനായിട്ട് പഠിപ്പിച്ചു കൊടുത്ത ആന്റിയുമായിട്ട് നായിക നല്ല കമ്പനിയാകുന്നു. എല്ലാ ദിവസവും പതിവ് പോലെ അവൾ ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്നു. പക്ഷെ അവൾക്ക് പെട്ടെന്ന് തന്നെ ശരീരത്തിന് സുഖമില്ലാതെ ആവുകയാണ്. ഒന്നും തന്നെ കഴിക്കാനേ കഴിയുന്നില്ല. അവൾ എന്ത് കഴിച്ചാലും അവൾ ഛർദ്ദിച്ച് കളയുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല ആഹാരത്തിനോട് വലിയ താല്പര്യവുമില്ല. ഇത് ആരോടും പറയാതെയാണ് അവൾ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നത്. എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റിയുമായിട്ട് നായിക നല്ല കമ്പനിയാണ്. അത് മനസ്സിലാക്കിയ സെക്യൂരിറ്റി ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. നായികയെ പരിശോധിച്ച ഡോക്ടർ അവൾക്ക് ഒരു പ്രശ്നവുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തരുന്ന ഗുളിക കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ടും അവൾക്ക് ഒരു മാറ്റവുമില്ല. ആഹാരം കഴിക്കാനേ അവൾക്ക് കഴിയുന്നില്ല. ഒരിക്കൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്നു. അവർ നായികയോട് സംസാരിക്കുവാനായി വരുന്ന സമയത്ത് നായിക അവരോട് സംസാരിക്കുവാനായിട്ട് വലിയ താല്പര്യം കാണിക്കുന്നതേയില്ല. ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നായികയോട് മിണ്ടുവാനായിട്ട് ശ്രമിക്കുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സ്ത്രീയില്ലേ, അവരെ കാണുന്നു. അവരും നായികയും തമ്മിൽ നല്ല കൂട്ടാവുകയാണ്. നായികയ്ക്ക് ചായയൊക്കെ അവർ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ നായികയുടെ ചെവിയിൽ നിന്നും വല്ലാതെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശബ്ദങ്ങൾ അവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടും ഡോക്ടറിനൊന്നും കണ്ടുപിടിക്കുവാനേ കഴിഞ്ഞില്ല. ഈ ഒരു ടോർച്ചർ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ നായിക പുറത്തിറങ്ങി നടക്കുക, പുറത്താണ് കിടന്നുറങ്ങുന്നതും. പകൽ സമയമാകുമ്പോൾ അവൾ വീട്ടിലേക്ക് വരും. നായികയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അവളുടെ ഭർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞു വരുന്ന നായികയുടെ അടുത്ത് അവൻ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയും, നിനക്ക് എന്താ പറ്റിയത്, നീ വളരെ ക്ഷീണിക്കുകയാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കല്യാണത്തിന് മുൻപൊന്നും നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ഭർത്താവ് ചോദിക്കുന്നു. അങ്ങനെ നായികയാണെങ്കിലോ ആഹാരം കഴിക്കുവാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവൾ എത്ര കഴിച്ചാലും അതെല്ലാം വൊമിറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്.